നമ്മള് ലൈറ്റ്നിങ്ങും നോയ്സും ആ രണ്ട് ടോപ്പിക്കാണ് നേരിട്ട് നോക്കുന്നത്. ലൈറ്റിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാണാൻ പറ്റുന്ന നമുക്ക് ഒരു ലൈറ്റ് എങ്ങനെയാന്നുള്ളത് ആണ്. രണ്ട് ടൈപ്പ് നമുക്ക് മെയിൻ ആയിട്ട് സോഴ്സസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അല്ലാണ്ട് നമുക്ക് സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സും മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് ലൈറ്റിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എഫിഷ്യന്റ് വിഷൻ, ശരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വിഷൻ, എഫക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് സഫിഷ്യൻസി ഓഫ് ലൈറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്, absence of glare, absence of sharp shadows, steadiness, color of light and surroundings. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു എഫിഷ്യന്റ് വിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. സോ സഫിഷ്യൻസി എന്ന് പറയുമ്പോൾ സഫിഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം നമുക്ക്. അറിയാം, ഈ വോൾട്ടേജ് വേരി ചെയ്യുന്ന സമയത്ത് LED ബൾബ്സിലൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. പഴയ ബൾബുകളൊക്കെ ആണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് അതിന്റെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. അപ്പൊ സഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാണാനുള്ള ഒരു വെട്ടം തരത്തില്ല. അപ്പൊ ആ ഒരു സിനാരിയോനാണ് നമ്മൾ സഫിഷ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് ലൈറ്റിംഗ് ഷുഡ് ബി സഫിഷ്യന്റ് ഫോർ ദ ഐ ടു റെക്കഗ്നൈസ്. നമുക്ക് അങ്ങനെ നമുക്ക് ശരിക്കും വിഷൻ ബ്ലർ ആയി പോകും ഈ ലൈറ്റിനിങ് കുറവാണെങ്കിൽ. അപ്പോൾ ആ സഫിഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം. ആൻഡ് വേറൊരു പ്രശ്നം, ഈ ലൈറ്റ്നിങ് കുറവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒബ്ജക്ട്സിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഐക്ക് സ്ട്രെയിൻ ഉണ്ടാവും. അപ്പൊ അത് കാരണം ഐ സ്ട്രെയിനും ബ്രെയിനിലെ നെർവ്സ് ഒക്കെ കോൺട്രാക്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അവിടെ ഒരു സഫിഷ്യൻസി ഓഫ് ലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇത് കോമൺ ആയിട്ട് മെഷർ ചെയ്യുന്ന കുറച്ച് യൂണിറ്റ്സ് അത് പഠിച്ചോളുക. ഫുഡ് കാൻഡിൽസ് എന്ന് പറയും. സഫിഷ്യൻസി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഒരു ഈ കുറച്ച് യൂണിറ്റ്സ് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ജനറൽ ആയിട്ട് ഇപ്പൊ ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കുക, ഫുഡ് കാൻഡിൽസ് എന്ന് പറയും. ആൻഡ് അതുപോലെ തന്നെ വേറൊരു യൂണിറ്റ് ആണ് ലെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ലെക്സും ഫുഡ് കാൻഡിൽസും കണക്റ്റഡ് ആണ്. ഒരു ലൈറ്റ് ഫുഡ് കാൻഡിൽ എന്ന് പറയുന്നത് 10.76 ലെക്സ് ആണ്. ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? SI സിസ്റ്റത്തിലെ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റിലെ യൂണിറ്റ് എന്താ അറിയില്ല ആർക്കും? കാൻഡിലാണോ സർ? കാൻഡിലാണ് കേട്ടോ. CD എന്ന് പറയും കാൻഡില. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ കാൻഡിൽ എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, ഇതുകൂടെ നോക്കിക്കോളാം. കാൻഡിൽ എന്നാണ് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI സിസ്റ്റത്തിലെ യൂണിറ്റ് കേട്ടോ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിലെ യൂണിറ്റ്. ഓക്കെ, സോ രണ്ടാമത് ആദ്യത്തെ സഫിഷ്യൻസി, രണ്ടാമത് വേണ്ട ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വലിയൊരു റൂം ഉണ്ടെങ്കിൽ വലിയൊരു ഹാൾ ഉണ്ടെങ്കിൽ ആ ഹാളിൽ ഇപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെങ്കിൽ ദ ലൈറ്റ്നിങ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എവ്രിവെയർ. എല്ലായിടത്തും ഒരേപോലത്തെ ലൈറ്റ്നിങ് കിട്ടണം. സോ ദ ലൈറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി യൂണിഫോം ആൻഡ് ഹാവിംഗ് സെയിം ഇന്റൻസിറ്റി ഓവർ ദ ഹോൾ ഫീൽഡ് ഓഫ് വർക്ക്. എല്ലാ റീജിയൻസിലും, ഇപ്പൊ ബാക്ക് സൈഡിലായാലും മിഡിലായാലും ഫ്രണ്ടിലായാലും ഒരേ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് കോൺട്രാസ്റ്റ് ഡിഫറൻസ് വരുവാണെങ്കിൽ അത് നമ്മുടെ കണ്ണിനും ബ്രെയിനും സ്ട്രെയിൻ ഉണ്ടാക്കും. നമ്മൾ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റ് കുറവാണ്, ഇപ്പൊ മിഡിലിൽ വരുമ്പോൾ ലൈറ്റ് കൂടുതലാണ്, ഏറ്റവും ഫ്രണ്ടിൽ പോകുമ്പോൾ അവിടെ ലൈറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇന്റൻസിറ്റിക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് സ്ട്രെയിൻ ഉണ്ടാവും. ഐക്കും സ്ട്രെയിൻ ഉണ്ടാവും, ബ്രെയിനും സ്ട്രെയിൻ ഉണ്ടാവും. സോ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഷാഡോസ് കുറവായിരിക്കും. പ്രോപ്പർ ആയിട്ട് അത് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും ലൈറ്റ്നിങ് എങ്ങനെയാണ് നമ്മൾ ഓരോ ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പഠിക്കും. പ്രോപ്പർ ആയിട്ട് ഷാഡോസ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഷാഡോസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് കിട്ടാത്ത റീജിയൻ ആണ്, അവിടുത്തെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ബ്രൈറ്റ്നസ് ഉള്ള റീജിയനും ബ്രൈറ്റ്നസ് ഇല്ലാത്ത റീജിയനും ഒക്കെ നോക്കുന്ന സമയത്ത് ചെറിയ ഷാഡോസ് ഒന്നും കുഴപ്പമുണ്ടാവില്ല, ഒരു വലിയ ഏരിയയിലൊക്കെ വരുമ്പോഴാണ് ഐക്ക് സ്ട്രെയിൻ ഉണ്ടാവുന്നത്. അപ്പൊ ആണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
ആൻഡ് ആബ്സെൻസ് ഓഫ് ഗ്ലെയർ. ഗ്ലെയർ എന്ന് പറയുമ്പോൾ എക്സസീവ് കോൺട്രാസ്റ്റ് ആണ്. നമുക്ക് ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ അറിയാൻ പറ്റും. നൈറ്റ് ആവുമ്പോൾ പുറത്തുനിന്ന് ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ഗ്ലെയർ അടിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും. നമുക്ക് ട്രെയിൻ കുറച്ചു നേരത്തേക്കൊന്നും കാണാൻ പറ്റാത്ത ഒരു ഫീലൊക്കെ വരും. അപ്പൊ ലൈറ്റ് ഷുഡ് ബി ആബ്സെന്റ് ഓഫ് ഗ്ലെയർ ആയിരിക്കണം. ഈ സെയിം സാധനം പകലുണ്ടാവില്ല. പകലുണ്ടാവാത്തതിന്റെ കാര്യം എന്തായിരിക്കും? പകൽ ഓൾറെഡി സൺലൈറ്റ് ഉണ്ട്. അപ്പൊ സൺലൈറ്റ് നമ്മൾ ഓൾറെഡി കാണുകയാണ്. ആ സൺലൈറ്റിന്റെ കൂടെ അതിന്റെ ഇടയ്ക്ക് ആ ഒരു ഇന്റൻസിറ്റിയിൽ വരുമ്പോൾ ശരിക്കും ക്യാൻസൽ ആയി പോകുന്നതാണ്. നമുക്ക് വലിയ എഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഭയങ്കര ഇന്റൻസ് ആയിട്ട് കാറിലൊന്നും ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ എന്നാലും നമ്മളെ കണ്ണിന് എഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പൊ നൈറ്റ് ആകുമ്പോൾ വേറെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ലൈറ്റിംഗ് ഉണ്ടാവില്ല. ഈ കാറിന്റെ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് ആ ഇന്റൻസിറ്റി നമ്മുടെ കണ്ണിൽ എഫക്ട് ചെയ്യുമ്പോൾ അത് സ്ട്രെയിൻ ഉണ്ടാക്കും. അതാണ് കുറച്ച് നേരത്തേക്ക് ബ്ലറായി പോകുന്നല്ലോ, നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത. ഓക്കെ, സോ ഗ്ലെയർ ക്യാൻ കം ഫ്രം ഡയറക്ട് ലൈറ്റ് സോഴ്സിൽ നിന്നാണ് എപ്പോഴും ഗ്ലെയർ വരുന്നത്. നമുക്ക് ഒരു ബൾബിൽ തന്നെ ഡയറക്റ്റ് നോക്കിയിരുന്നാലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് വരുന്ന സമയത്ത് സ്ട്രെയിൻ ഉണ്ടാവുകയും ഗ്ലെയർ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ചില സിനാരിയോസിൽ റിഫ്ലക്റ്റഡ് സർഫസിൽ നിന്നും വരാം. ഈ സെയിം ലൈറ്റിന് ഒരു ഗ്ലാസ് സർഫസിൽ അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിലൊക്കെ ടച്ച് ചെയ്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്ലെയർ ഫീൽ ചെയ്യും. നമ്മുടെ ടെറസിലൊക്കെ പോയിട്ട് വൈറ്റ് അടിച്ചിട്ടുള്ള ടെറസിൽ ഉച്ച സമയത്തൊക്കെ പോയാൽ നമുക്കത് എക്സാക്ട്ലി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ ഡയറക്റ്റ് ലൈറ്റ് അല്ല വരുന്നത്, നമുക്ക് സൺലൈറ്റ് അവിടെ വന്നിട്ട് റിഫ്ലക്റ്റഡ് സോഴ്സ് നിന്നാണ് ലൈറ്റ് വരുന്നത്. പക്ഷെ ഭയങ്കര ഇന്റൻസ് ആയിരിക്കും, നമുക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര റിഫ്ലക്ഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് വൈറ്റ് ലൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, ലൈറ്റിന് ഒരിക്കലും ഒട്ടും അബ്സോർബ് ചെയ്യത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്ത് വിടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് കോസസ് അനോയൻസ്, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. And I cannot tolerate glare since it causes acute discomfort and reduces critical vision. നമ്മുടെ ആ ഒരു കാഴ്ചശക്തിയും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യാനായിട്ട് ഗ്ലെയർ സാധിക്കും. സോ ഗ്ലെയർ ഷുഡ് ബി ആബ്സെന്റ്. ഒരു നോർമൽ ലൈറ്റിങ്ങിലുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈറ്റിങ്ങിൽ ഗ്ലെയർ ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ പറയുന്ന ആബ്സെൻസ് ഓഫ് ഷാർപ്പ് ഷാഡോസ് ആണ്. ഷാർപ്പ് ഷാഡോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, പറഞ്ഞുതരാം. സ്ലൈറ്റ് ഷാഡോസ് ആർ ഫൈൻ, അതാണ് നമ്മൾ ഈ നോർമലി കാണുന്ന ചെറിയ ഷാഡോസ്, ചെറിയൊരു ഒബ്ജക്റ്റിന്റെ ഷാഡോസ് ഒക്കെ വരുന്നത് കുഴപ്പമില്ല. ബട്ട് ഷാർപ്പ് ഷാഡോസ് ആർ കോൺട്രാസ്റ്റിംഗ് ഷാഡോസ് ദാറ്റ് ആർ ഡിസ്റ്റർബിങ്. വളരെ അതായത് നമ്മളിപ്പോ ഒരു റോഡിൽ കൂടെ പോവുകയാണെന്ന് വിചാരിക്കും, ഒരു മരത്തിന്റെ ഷാഡോ കണ്ട് ശരിക്കും ആ ഷാഡോ ഉണ്ടെങ്കിൽ അതിന്റെ സർഫസിൽ, സർഫസിലല്ല, ചുറ്റും, അതിന്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ നോർമലി ലൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ കുറച്ച് റിഫ്ലക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് വലിയൊരു ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഒരു ഷാർപ്പ് ഷാഡോ എന്നായിരിക്കും സ്ലൈറ്റ് ഷാഡോ എന്ന് പറയാൻ പറ്റും. ഷാർപ്പ് ഷാഡോ എന്ന് പറയുമ്പോൾ അതിന്റെ ചുറ്റുമുള്ളതും ലൈറ്റ് ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും, നമുക്ക് തീരെ അത് കാണാൻ പറ്റത്തില്ല. അതും അവിടെ നിന്ന് ഒട്ടും തന്നെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരാത്ത, അതിനാണ് ഷാർപ്പ് ഷാഡോസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും, നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും. അത് മാത്രം കണ്ടുകൊണ്ടിരുന്നാലല്ല പ്രശ്നം, ശരിക്കും ഇത് രണ്ടും മാറി മാറി കാണുമ്പോഴാണ്, നമ്മളൊരു ലൈറ്റ് സോഴ്സിനെയും കാണുന്നു, ആ ഒരു ഷാർപ്പ് ഷാഡോയും കാണുന്ന സമയത്താണ് ഈ പ്രശ്നം മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ക്യാൻ കൺഫ്യൂസ് ദ ഐസ്, ദെർഫോർ ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രസന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് വിഷൻ. നമുക്ക് ഈ ബ്രെയിനിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. സെയിം സാധനം ഫ്ലിക്കറിംഗ് ഓഫ് ലൈറ്റ് എന്ന് താഴെ പറയുന്നത് സ്റ്റഡിനെസ്സിൽ, ഫ്ലിക്കറിംഗ് ഓഫ് ഐസിലും പറ്റുന്ന ഇതാണ്. നമ്മുടെ ബ്രെയിനിന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല, ഇതിപ്പോ നമ്മൾ ലൈറ്റ് ആണോ കാണുന്നത്, ഡാർക്ക് ആണോ ഷാഡോ ആണോ എന്നുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്തതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. സ്റ്റഡിനെസ് എന്ന് പറയുമ്പോൾ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ആ ഒരു സ്റ്റഡിനെസ് എന്ന് പറയുന്നത്. ഇനി അതില്ലാതെ വരുമ്പോൾ അതാണ് ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫ്ലിക്കറിങ് ചില സമയത്തൊക്കെ ചില ട്യൂബ് ലൈറ്റിൽ നിന്നൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ എൽ ഇ ഡി ബൾബ്സിലൊക്കെ കുറവായിരിക്കും. നോർമലി ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് വരുന്ന ലൈറ്റ് എല്ലാം ഫ്ലിക്കറിംഗ് ആണ്, ഫ്ലിക്കർ ചെയ്യുന്ന ലൈറ്റ് ആണ്. നമുക്കത് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഫ്രീക്വൻസി വളരെ കുറവായിട്ട് കാണുന്നില്ല. നിങ്ങളുടെ ഫോണിൽ സ്ലോ മോഷൻ ക്യാമറ ഉണ്ടെങ്കിൽ ആ ഒരു സ്ലോ മോഷൻ ക്യാമറ ഓൺ ആക്കിയിട്ട് മാക്സിമം കുറച്ചിട്ടിട്ട് ഒരു ലൈറ്റ്സ് ഒരു ബൾബിലോട്ട് ഇങ്ങനെ നോക്കിയാണ് ശരിക്കും നമുക്ക് LED ബൾബ് ഫ്ലിക്കർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഒരു ഫ്രീക്വൻസി വേരി ചെയ്ത് വരുന്നോണ്ടാണ്. അപ്പൊ ഭയങ്കര മൈന്യൂട്ടായിട്ട് വരുന്നതെന്ന് നമുക്ക് ഐക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. പക്ഷെ കത്തി മിന്നി വരുന്ന ആ ഒരു അതിനാണ് ഫ്ലിക്കറിങ് എന്ന് പറയുന്നത്. അത് പ്രശ്നമാണ്. അതും ഈ ബ്രെയിനിന്റെ ഒരു സെൻസേഷൻ, അത് ലൈറ്റ് കത്തുകയാണോ ഓഫ് ആണോ ലൈറ്റ് ഇല്ലാത്ത ഇതാണോ അതൊന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ലാസ്റ്റ് വരുന്നതാണ് കളർ ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ്. കളർ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ജനറലി
ഏത് കളർ ആയാലും നമുക്കിപ്പം ഏത് കളർ ലൈറ്റ് എന്നുള്ളത് പ്രശ്നമല്ല. സിൻസ് ചില ഡാർക്ക് കളേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കണ്ണിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രശ്നം ഉണ്ടാവൂ. മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ഇന്റൻസിറ്റിയാണ്. ഹയർ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഐ സ്ട്രെയിൻസും ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇന്റൻസിറ്റി കുറവാണെങ്കിൽ കുഴപ്പമില്ല, കളർ വലിയ പ്രശ്നമല്ല. എന്നാലും റെക്കമെൻഡ് ചെയ്യുന്ന വാം കളേഴ്സ് ആണ്, ലൈറ്റ് കളേഴ്സ്, പ്യുവർ വൈറ്റോ അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രേഡ്സ് ഉള്ള ആ ഒരു ടോൺസ് ഒക്കെ ഓക്കെ ആണ്. പക്ഷെ ഈ ബ്ലൂ കളറ്, വലിയ റെഡ് കളർ, അതിന്റെ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റ് ഭയങ്കരമായിട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ അതും പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ. ആൻഡ് സറൗണ്ടിങ്സിൽ എന്ന് പറയുമ്പോൾ ഫോർ എഫക്റ്റീവ് വിഷൻ കളർ സ്കീം ഓഫ് ദ സറൗണ്ടിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ചുറ്റും ഇപ്പൊ നമ്മളൊരു റൂമിന്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല, ഔട്ട്ഡോറിൽ കുഴപ്പമുണ്ടാവില്ല. ഇൻഡോറിലായിരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സറൗണ്ടിങ്സിലെ കളറ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റൂമിൽ എപ്പോഴും ഇൻസൈഡ് ഓഫ് ദ റൂം, വീടുകളിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ഓഫ് ദ ലിവിംഗ് റൂം അല്ലെങ്കിൽ റൂമിന്റെ അകത്തൊക്കെ ലൈറ്റ് കളേഴ്സ് ആണ് മോസ്റ്റ് പ്രിഫർ ചെയ്യുക. റെഡോ ഡാർക്ക് കളേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഐക്ക് ഡിസ്കംഫർട്ട് ആണ്. നമ്മൾ അതിന്റെ കൂടെ ലൈറ്റ് ഒക്കെ കൂടെ ഇടുന്ന സമയത്ത് ആ കളറ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുമ്പോൾ ഐക്ക് സ്ട്രെയിൻ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ. ആൻഡ് എന്തുകൊണ്ട് ഇതിന്റെ മെയിൻ റീസൺ വരുന്ന റിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. റിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വാൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് ഒരു 100% ല്യൂമിനസ് അല്ലെങ്കിൽ 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വരുന്നു. ഇവിടെ വന്നിട്ട് തിരിച്ച് എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നു നോക്കുക. അപ്പൊ റിഫ്ലക്ഷൻ ഷുഡ് ബി കൂടുതലായിരിക്കണം. നോർമലി സീലിങ്സും റൂഫും ഒക്കെ ചെയ്യുന്ന സമയത്ത് 80% റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ ഈ ഡാർക്കർ കളേഴ്സ് അറിയാൻ നമുക്ക് അവർ റിഫ്ലക്ട് ചെയ്യില്ല, കളേഴ്സ് അബ്സോർബ് ചെയ്യാനാ നോക്കുക, ലൈറ്റിനെ അബ്സോർബ് ചെയ്യാന് ഡാർക്ക് കളേഴ്സ് നോക്കുക. അപ്പം ലൈറ്റ് കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു 80% സീലിങ്സിലും റൂഫിലും ആ ഒരു റിഫ്ലക്ഷൻ കിട്ടത്തുള്ളൂ. ആൻഡ് വാൾസിൽ അത് അറൌണ്ട് 50-60% ആണ്. ഫർണിച്ചേഴ്സ് ഒക്കെ ഏകദേശം ഒരു 30-40. ഫ്ലോർ എന്ന് പറയുമ്പോൾ 15-20. ഈ ഫ്ലോറിൽ എന്തുകൊണ്ടാ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയാം എന്തുകൊണ്ടായിരിക്കും ഫ്ലോറിൽ കുറവും സീലിംഗിൽ കൂടുതലും? റിഫ്ലക്ഷൻ ഫാക്ടർ എന്തുകൊണ്ടായിരിക്കും ഫ്ലോറിൽ കുറവ്? ആരെങ്കിലും പറഞ്ഞു ഒന്ന് ആലോചിച്ചിട്ട്. ശ്രീരാഗൻ അറിയോ? ഇല്ല. ഫ്ലോറിൽ എന്തുകൊണ്ടായിരിക്കും? ഫ്ലോറിൽ ലൈറ്റ് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തറയിൽ നോക്കി നടക്കാൻ പറ്റത്തില്ല. നമ്മൾ ജനറലി നമ്മൾ താഴോട്ടല്ലേ നോക്കുക. ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൈറ്റ്, ഈ നേരത്തെ ടെറസിലെ കാര്യം പറഞ്ഞാണ്, ഉച്ചയ്ക്ക് ഒരു വൈറ്റ് വാഷ് ഒക്കെ അടിച്ച് ടെറസിൽ പോയി കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് തന്നെ നോക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇതാണ് റിഫ്ലക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോറിൽ എപ്പോഴും റിഫ്ലക്ഷൻ കുറവായിരിക്കണം. അല്ലെങ്കിൽ താഴെ നിന്ന് ലൈറ്റ് മുകളിലോട്ട് വരുന്ന ആ ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാവും. ജനറൽ വാല്യൂസ് ആണ്, ആ വാല്യൂസ് അത്രയും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഓക്കെ. ഈ ഒരു ടേബിളും കൂടെ ഒന്ന് നോക്കിക്കോള്. ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും നമുക്ക് ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഏതൊക്കെ ഫോർഗ്രൗണ്ട് വരിക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഓറഞ്ചിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റത്തില്ല. അവിടുത്തെ വിഷൻ എന്ന് പറയുന്നത് പുവർ ആണ്. ഇപ്പൊ റെഡിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റണമെങ്കിൽ എയ്തർ യെല്ലോ ഗുഡ് ആണ് അല്ലെങ്കിൽ വൈറ്റ് ഗുഡ് ആണ്. ബ്ലാക്കും കുഴപ്പമില്ല, പക്ഷെ ബ്ലാക്കിന്റെ പ്രശ്നം രണ്ടും ഡാർക്ക് കളേഴ്സ് ആണ്. റെഡും നല്ല ഇന്റൻസ് കളർ ആയിരിക്കും, ബ്ലാക്ക് ഇന്റൻസ് കളർ ആയിരിക്കും. അതുകൊണ്ടാണ് ആ പോർ എന്ന് പറയുന്നത്. ആ ഒരു ടേബിൾ നോക്കിയിട്ട് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക ഏതൊക്കെ കളേഴ്സ് ആണ് ഏതൊക്കെ കളറിൽ നല്ലോണം നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. ഇതിലിപ്പോ യെല്ലോ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ ലൈറ്റ് കളേഴ്സ് ഒഴിച്ച് ബാക്കി ഡാർക്ക് കളേഴ്സിൽ എല്ലാത്തിലും നല്ലൊരു വിഷം തരും. ഓക്കെ. അതുപോലെ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കളേഴ്സിനെ നമുക്ക് നല്ലോണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇൻ ദ സെൻസ് ഇപ്പൊ ഗ്രീൻ നമുക്ക് കാണാൻ പറ്റില്ല എന്നല്ല, ആ ഒരു വിഷൻ എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോ ഗ്രീനും യെല്ലോയും വൈറ്റും ഒഴിച്ച ബാക്കി ഏത് ഡാർക്ക് കളറും വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ എഴുതിയിരിക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഒന്ന് നോക്കിക്കോളൂ. ഇനി മെഷർമെന്റ് ഓഫ് ലൈറ്റ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ്.
നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് ഒരു EM വേവ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ അറൌണ്ട് 380 to 700 നാനോമീറ്റർ, അത്രയും വേവ് ലെങ്തിൽ പോകുന്ന ലൈറ്റ്. വേവ് ലെങ്തിൽ പോകുന്ന വേവ്സിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ലൈറ്റ് എന്ന് പറയുന്നത് അതാണ്, 380 to 700 നാനോമീറ്റർ. EM വേവ്സിന്റെ അകത്ത് ഒരുപാട് വേവ്സ് നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അൾട്രാ വയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, ഗാമ റേസ്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ആ ഒരു ചെറിയൊരു സ്പെക്ട്രം, ആ ഒരു ചെറിയ റീജിയൻ 380 to 700 മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, വിസിബിൾ റീജിയൻ എന്ന് പറയും. ഓക്കെ, ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ കളർ ഏതാ? വേവ് ലെങ്ത് കുറഞ്ഞ കളറും വേവ് ലെങ്ത് കൂടിയ കളറും ഏതാ? ഈ 380 ഏത് കളർ ആയിരിക്കും? 700 ഏത് കളർ ആയിരിക്കും? ദീപ്തി അറിയോ? വേവ് ലെങ്ത് ഏറ്റവും കൂടിയ കളർ ഏതാ? ദീപ്തി, ജ്യോതിഷ് അറിയോ? സബിത? 380 വയലറ്റ് ആണ് സർ. ഏറ്റവും കൂടിയത് ഏതാ? റെഡ്. റെഡ്. അപ്പൊ റെഡിന്റെ വേവ് ലെങ്ത് എത്ര ആയിരിക്കും? 700 നാനോമീറ്ററും വയലറ്റിന്റെ 380 ആയിരിക്കും. അതാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീക്വൻസി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വേവ് ലെങ്തിന്റെ ഇൻവേഴ്സ് ആയിരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി ഏറ്റവും കൂടിയത് വയലറ്റിനും ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞത് റെഡിനും ആയിരിക്കും. അതും കൂടെ നോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി എല്ലാ കളേഴ്സും ഒരുമിച്ച് വരുന്ന വേവിനെ നമ്മൾ വൈറ്റ് കളർ ആയിരിക്കും. നമുക്ക് വൈറ്റ് ആയിട്ടായിരിക്കും കാണാൻ പറ്റും. ന്യൂട്ടന്റെ ഒരു കളർ ഡിസ്ക് എക്സ്പെരിമെന്റ് ഉണ്ട്, അറിയായിരിക്കും. ആ ഒരു ഡിസ്ക് എടുത്തിട്ട് എല്ലാ കളേഴ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ കളേഴ്സ് ആയിട്ട് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സൺലൈറ്റിൽ നിന്ന് വരുന്ന, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിന് അത് വൈറ്റ് ലൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ അകത്ത് എല്ലാ കളേഴ്സും ഉണ്ട്. നമുക്ക് ഡിസ്പെർഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് വഴിയാണ് എന്ത്, വൈറ്റ് ലൈറ്റിനെ, സണ്ണിൽ നിന്ന് വരുന്ന വൈറ്റ് ലൈറ്റിനെ അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റും, വിബ്ജിയോർ ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, കോമൺ തിങ്സ് ആണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ സോ അടുത്തത് കോമൺ മെഷേഴ്സ് ഓഫ് ലൈറ്റ്. അങ്ങനെയൊക്കെ ലൈറ്റിനെ മെഷർ ചെയ്യുന്ന ഒന്ന് ലുമിനസ് ഇന്റൻസിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന് ലുമിനസ് ഫ്ലക്സ്. ലുമിനസ് ഫ്ലക്സ് എന്ന് പറയാം, ഫ്ലക്സ് എന്ന് പറയുമ്പോൾ പെർ ഏരിയയിൽ എത്ര വരുന്നു. നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു യൂണിറ്റ് ഏരിയക്കകത്ത് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉള്ളതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക്കൽ ലൈൻസിൽ ഇലക്ട്രിക് ഫ്ലക്സ്. അതുപോലെ തന്നെ ലുമിനസ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് ഏരിയ എടുക്കാൻ വേണ്ടി 1 മീറ്റർ സ്ക്വയറോ 1 സെന്റിമീറ്റർ സ്ക്വയറോ എത്രയാണോ ഏരിയ എടുക്കുക, ആ ഏരിയക്കകത്ത് എത്രത്തോളം ലൈറ്റിന്റെ ഇന്റൻസിറ്റി വരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റ് വരുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് ലുമിനസ് ഫ്ലക്സ് എന്ന് പറയാം. ഇലുമിനേഷനും ബ്രൈറ്റ്നസ്സും ഇത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. എങ്ങനെയാണ് 4 മെയിൻ ആയിട്ടുള്ള ബ്രൈറ്റ്നസ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ലോ ബ്രൈറ്റ്നസ്, ഹയർ ബ്രൈറ്റ്നസ്. നമ്മുടെ ഫോണിലൊക്കെ നിറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഓക്കെ, നിറ്റ്സ് ബ്രൈറ്റ്നസിന്റെ ഒരു മെഷറിംഗ് ക്വാണ്ടിറ്റിയാണ്. നിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടുതലെന്നാണ് മീനിങ്. ഓക്കെ, സോ ഇതാണ് ബ്രൈറ്റ്നസ് ഓഫ് പോയിന്റ് സോഴ്സ്. ഒരു പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ബ്രൈറ്റ്നസിനെയാണ് നമ്മൾ ലുമിനസ് ഇന്റൻസിറ്റി, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡലയാണ്, അല്ലെങ്കിൽ കാൻഡിൽ പവർ എന്ന് പറയും. ഓക്കെ, ഫ്ലോ ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റ് ഫ്ലോ ചെയ്യാണ് ലുമിനസ് ഫ്ലക്സ്. ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ലൈറ്റ് ഇന്റൻസിറ്റി ഉണ്ടെന്നുള്ളത് നോക്കുകയാണ് ലുമിനസ് ഫ്ലക്സ് എന്ന് പറയും, ഓൾസോ നോൺ ആസ് ല്യൂമൻ. എമൗണ്ട് ഓഫ് ലൈറ്റ് റീച്ചിങ് സർഫസ്, ഒരു സർഫസിൽ എത്രത്തോളം ലൈറ്റ് വരുന്നു എന്നുള്ളതാണ് ഇല്ലുമിനേഷൻ അല്ലെങ്കിൽ ഇല്ലുമിനൻസ് എന്ന് പറയും. അതിന്റെ യൂണിറ്റ് ലെക്സ് ആണ്. ആൻഡ് ഓൾസോ നോൺ ആസ് ഫുഡ് കാൻഡിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുഡ് കാൻഡിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 10.7 ലെക്സ് ആയിട്ട് വരും. നൗ എമൗണ്ട് ഓഫ് ലൈറ്റ് റീഎമിറ്റഡ് ബൈ ദ സർഫസ്, അതിനാണ് ശരിക്കും ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് ലുമിനൻസ്. ലുമിനൻസും മാറിപ്പോകും. ലുമിനൻസ് എന്ന് പറയുമ്പോൾ ഒരു സർഫസിലോട്ട് പോകുന്ന ലൈറ്റ്, അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന ലൈറ്റ് ആണ് ലുമിനൻസ്. സോറി, ഇല്ലുമിനൻസ് എന്ന് പറയുമ്പോൾ പോകുന്നത്, ലുമിനൻസ് എന്ന് പറയുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നത്. മാറിപ്പോരുന്നത് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇല്ലുമിനൻസും ലുമിനൻസ് ഈസ് ഓൾസോ കോൾഡ് ബ്രൈറ്റ്നസ്, ഇല്ലുമിനൻസ് ഈസ് ഓൾസോ കോൾഡ് as ഇല്ലുമിനേഷൻ. ഓക്കെ, ആൻഡ് ഈ ബ്രൈറ്റ്നസ് മെഷർ ചെയ്യുന്നത് ലാംബർട്ട് അല്ലെങ്കിൽ ഫുഡ് ലാംബർട്ട് അല്ലെങ്കിൽ കാൻഡിൽസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ,
ഓൾസോ നമ്മൾ ഫോണിലൊക്കെ ഡിസ്പ്ലേസിൽ വരുമ്പോഴാണ് ഈ നിറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. ഈ നിറ്റ്സും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക, പുതിയ യൂണിറ്റ്സ് ആയിരിക്കും. ബ്രൈറ്റ്നസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ നിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഡൗട്ട് ഉണ്ടോ ഇതില് എന്തെങ്കിലും? ഈ യൂണിറ്റ്സും അത് എന്തിന്റെ ആണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കോമൺ ആയിട്ട് അതർ യൂണിറ്റ്സും നോട്ട് ചെയ്യുക. ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചോളൂ കേട്ടോ.